കോട്ടയം ജില്ലയിലുള്ള ഏക ഡ്രൈവിംഗ് സ്കൂളിലെ കുട്ടികളുടെ ഒരു അടിപൊളി നൃത്തം നമുക്ക് കാണണ്ടേ? അതിനു മുമ്പ് അവരിവിടെ എത്തിച്ചേരാൻ വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിച്ചുവെന്ന് കേൾക്കണ്ടേ? നമുക്ക് അവരിലേക്ക് പോകാം. നമസ്കാരം, അനന്തപുരി ബ്ലോഗിൽ നിന്നാണ്. 63ാമത് സ്കൂൾ കലോത്സവം നടക്കുകയാണ്. അപ്പോൾ ആ വേദിയിൽ വന്നിട്ടുള്ള കോട്ടയം ഡിസ്ട്രിക്റ്റിൽ എത്തിയിട്ടുള്ള ഒരു ടീമിനെ പരിചയപ്പെടാം. സാർ നമസ്കാരം, ഞങ്ങൾ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരികയാണ്. കോട്ടയം ഡിസ്ട്രിക്റ്റിലെ ഏക ട്രൈബൽ ഹൈസ്കൂളിൽ നിന്നാണ് ഞങ്ങൾ പള്ളിയ നൃത്തവുമായി 63ാമത്തെ കലോത്സവത്തിലൂടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വളരെ മികച്ച രീതിയിലാണ് കുട്ടികൾ ചെയ്തിരിക്കുന്നത്. വളരെ സന്തോഷമാണ്. ഞങ്ങൾ ഇയർലി വെയിറ്റിംഗ് ആണ് റിസൾട്ടിന് വേണ്ടി. ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഞങ്ങളുടെ കുട്ടികൾ, നമുക്കറിയാം, 118 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 42 കുട്ടികൾ മാത്രമാണ് ഹൈസ്കൂളിലുള്ളത്. ഈ 42 കുട്ടികളിൽ നിന്നാണ് ഞങ്ങൾ ഈ 12 മിടുക്കരായ കുട്ടികളെ സോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ 12 കുട്ടികൾ ഒരു 1.5 മാസത്തോളം, ഒരു 3-4 മാസത്തോളം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് കുട്ടികളുടെ മാത്രം പ്രയത്നമല്ല, ഒരു നാടിന്റെ മൊത്തം സപ്പോർട്ട് കൊണ്ട് കിട്ടിയതാണ്. ടീച്ചേഴ്സ്, രക്ഷകർത്താക്കൾ, അതുപോലെ തന്നെ നാട്ടുകാർ, എല്ലാവരുടെയും സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു വേദിയിൽ എത്തിയിരിക്കുന്നത്. സ്കൂളിന്റെ 72 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് എത്തുന്നത്. വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. എനിക്ക് എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും ഞാൻ ഹാപ്പിയാണ്. തുള്ളി ചാടണമെന്ന് തോന്നുന്നുണ്ട്, അത്രയും ഹാപ്പിയാണ്. കുട്ടികളോട് ചോദിക്കാം. കുട്ടികൾ 2 വാക്ക് പറയും. സ്റ്റാർട്ട് ചെയ്തോ? ഇല്ല, കുട്ടികൾ നിങ്ങളുടെ അഭിപ്രായം, കാര്യം ഇവിടെ വന്ന ആ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോഴുണ്ടായ ഒരു സന്തോഷവും അത് കഴിഞ്ഞപ്പോഴുണ്ടായ നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. ആദ്യമേ ഞങ്ങൾ സ്റ്റേജിൽ കയറുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞങ്ങൾ അധികം വലിയ കോൺഫിഡൻസിലേക്ക് കയറി സ്റ്റേജിൽ കയറി പെർഫോമൻസ് ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ നിറഞ്ഞാടി എന്നുള്ള സന്തോഷം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളിപ്പം കളിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സന്തോഷം കൊണ്ട് ഇരിക്കാനൊന്നും വയ്യ. ഞങ്ങൾ ജില്ലയിൽ നിന്ന് സ്റ്റേജിൽ കയറുമെന്നൊരു വിചാരിച്ചല്ല വന്നത്. ജില്ലയിൽ സ്റ്റേജിലോട്ട് അവസരം കിട്ടിയപ്പോൾ അന്ന് ഞങ്ങളുടെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ഇത് അനുഭവിക്കുന്നത്. താങ്ക് യു.
438 ചെസ് നമ്പർ ആയിരുന്നു. അതിൽ എ ഗ്രേഡ് നേടി സന്തോഷിക്കുകയാണ്. ആ ഒരു സന്തോഷമാണ് ഇവർ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അവരുടെ അത്രയും മാത്രം അവരുടെ ആ ഒരു എഫർട്ട്, ടീച്ചർമാരുടെ ആയാലും കുട്ടികളുടെ ആയാലും ആ ഒരു സന്തോഷമാണ് ഇവിടെ കാണുന്നത്. Yeah.